എല്ലാവർക്കും നമസ്തേ. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അതായത് ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് മോഷണം എന്ന് ഓമന പേരിട്ട് ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ ഒരു വ്യാജ പ്രചരണവുമായി ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ അയാൾ പറഞ്ഞിരുന്നത് BJP വീണ്ടും ഭരണത്തിലേറിയത് വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ട് അങ്ങനെ വോട്ട് നേടി ജയിച്ചതാണ് എന്ന് പറഞ്ഞാണ് അയാൾ അന്ന് പത്രസമ്മേളനം നടത്തിയിരുന്നത്. എന്നാൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ നിരത്താനോ, അയാൾ കുറെ തെളിവെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് മൊത്തം വ്യാജമായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിയുകയുണ്ടായി. അതിനുശേഷം ഈ ഇലക്ഷൻ കമ്മീഷൻ അതേക്കുറിച്ച് ആ ആരോപണത്തിനെതിരെ തെളിവുകൾ ചോദിച്ചിട്ട് അയാൾ കൊടുക്കാൻ തയ്യാറായില്ല. നമുക്കറിയാം, ഏതൊരു കേസ് ഉണ്ടായാലും നമ്മളൊരു കേസ് കൊടുത്താൽ അതിനെ അത് ശരിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരാവശ്യപ്പെട്ടാൽ, പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിവുകൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ ആ തെളിവ് കൊടുക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുള്ളതാണ്. അല്ലാതെ നമ്മളൊരു വ്യാജമായിട്ടൊരു പരാതി കൊടുത്തിട്ട് ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു അന്നത്തെ അയാളുടെ ആ പത്രസമ്മേളനത്തിൽ കൂടി നമ്മൾ കണ്ടത്. അതോടുകൂടി അയാളുടെ ആ പദ്ധതി പൊളിഞ്ഞതിനെ തുടർന്ന് അയാൾ ബീഹാറിൽ എന്തോ വോട്ടവകാശ യാത്ര എന്നും പറഞ്ഞൊരു യാത്രയൊക്കെ നടത്തി 1300ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടുത്തെ വിദേശത്തു നിന്ന് എത്തി, ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും എത്തിയ വോട്ടർ പട്ടിക കടന്നു കയറിയ കുറേ ആൾക്കാരെ നീക്കം ചെയ്തപ്പോൾ അവരുടെ പിന്തുണയോടുകൂടി ഒരു വോട്ടർ അവകാശ യാത്ര നടത്തി. അത് സമാപിച്ചതിന് ശേഷം ഇന്നലെ അയാൾ വീണ്ടും ഒരു പത്രസമ്മേളനവുമായിട്ട് രംഗത്തെത്തി. അത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിൻ്റെ പേരെടുത്ത് പറഞ്ഞ് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി ഇന്നലത്തെ പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നുള്ള രീതിയിലാണ് രാഹുൽ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞത് വ്യാജ വോട്ടുകൾ ചേർത്തു എന്നുള്ള ആരോപണമായിരുന്നെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അയാൾ ഉന്നയിച്ചത്. അതായത് വോട്ടർ പട്ടികയിൽ നിലവിലുണ്ടായിരുന്നവരെ നീക്കം ചെയ്യാൻ ഒരു വ്യാജ അപേക്ഷകൾ നൽകി നീക്കം ചെയ്തു എന്നാണ് അയാൾ പറഞ്ഞത്. അതായത് അയാൾ പറയുന്നത് കർണാടകയിലെ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ 6018 വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് അയാൾ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അത് കോൺഗ്രസ്സുകാർ കണ്ടെത്തുകയും അത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും അത് കോൺഗ്രസ്സുകാർ കണ്ടെത്തി പരാതി നൽകി എന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ ഇത് തികച്ചും വ്യാജമായിട്ടുള്ള ആരോപണമാണ് അയാൾ ഉന്നയിച്ചിരിക്കുന്നത്. അയാൾ പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ സത്യമുണ്ട്. 6018 വോട്ടുകൾ നീക്കം ചെയ്യുന്നതിനായി ഒരു അപേക്ഷ ചെന്നിരുന്നു. അത് ഫോം 7 അപേക്ഷ നൽകിയിരുന്നു ആരോ. ഇത് അവിടുത്തെ BLO പരിശോധിച്ചപ്പോൾ അവരുടെ സഹോദരൻ്റെ പേരും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അപേക്ഷ ഉള്ളതായി കണ്ടെത്തി. അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളത് ആ BLOയ്ക്ക് മനസ്സിലായതുകൊണ്ട് ആ BLO ഇത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയുണ്ടായി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ മമതാ ദേവി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇപ്പോൾ 6018 വോട്ടുകൾ നീക്കം ചെയ്യാൻ അപേക്ഷ ലഭിച്ചതായിട്ട് കണ്ടെത്തുകയും അതേക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഇതിൽ 5994 അപേക്ഷകൾ വ്യാജമാണെന്നും 24 അപേക്ഷകൾ ഈ യഥാർത്ഥത്തിലുള്ളതാണെന്നും കണ്ടെത്തി. അതായത് ആ 24 പേര് അവിടുന്ന് താമസം മാറിയപ്പോൾ അവർ തന്നെ അപേക്ഷിച്ചതാണ്. മറ്റേത്
ഈ ആരോ വ്യാജമായി അപേക്ഷ നൽകിയതാണ് എന്നും കണ്ടെത്തിയതനുസരിച്ച് ഈ ഈ വിവരം ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പോലീസിൽ പരാതി നൽകുകയാണ് ഉണ്ടായത്. അതായത് കോൺഗ്രസ്സുകാരായിട്ട് കണ്ടെത്തുകയോ കോൺഗ്രസ്സുകാർ പരാതി നൽകുകയോ ആയിരുന്നില്ല ചെയ്തത്. അതനുസരിച്ച് അവിടെ കേസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഈ അലന്ത് മണ്ഡലത്തിൽ ജയിച്ച തന്നെ നിലവിലുള്ള BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ BR പാർട്ടിയിലാണ് അവിടെ വിജയം വരിച്ചത്. അതാണ് അവിടുത്തെ നടന്ന സംഭവം. അല്ലാതെ അവിടെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുകാരുടെ വോട്ട് നീക്കം ചെയ്യുക ആയിരുന്നില്ല ചെയ്തത്. നിലവിലുണ്ടായിരുന്ന BJPയുടെ സ്ഥാനാർത്ഥി അവിടെ തോൽക്കുകയാണ് ചെയ്തത്. പിന്നെ ഇയാൾ ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഇത് നമ്മൾക്ക് ഒരാളിനെ അങ്ങനെ അങ്ങ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാൾ വിചാരിച്ചാൽ നീക്കം ചെയ്യാൻ കഴിയുകയില്ല. അതിന് നമ്മൾക്ക് ഒരു കേന്ദ്രീകൃത സംവിധാനമില്ല. ഫോം 7-ൽ നമ്മളൊരു അപേക്ഷ കൊടുക്കുക, വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. ഇങ്ങനെ ഒരു ആവശ്യം, ഒരു അപേക്ഷ അവിടെ ലഭിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് എന്താണ്? ഇത് പരിശോധിച്ചിട്ട് പല ഘട്ടങ്ങളിലായിട്ട് അന്വേഷണം നടത്തിയിട്ട് ഈ അപേക്ഷ ആരുടെ പേരിലാണോ അപേക്ഷ അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കും. നേരിട്ട് ഹാജരായി ഇത് വിശദീകരണം നൽകുന്നതിനായിട്ട്. ഇത് ഈ അപേക്ഷ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമാണിത്. ഇങ്ങനെ നേരിട്ട് വോട്ടറെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് വിശദീകരണം തേടിയതിന് ശേഷം മാത്രമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളെ നീക്കം ചെയ്യുക എന്നുള്ള നടപടി നമ്മുടെ ഭാരതത്തിൽ അത് ഏത് സംസ്ഥാനത്തായാലും നടക്കുക എന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. വസ്തുത ഇങ്ങനെ ഇരിക്കെയാണ് ഇയാൾ പറയുന്നത് അവിടെ ജ്ഞാനേഷ് കുമാർ നേരിട്ട് ഇടപെട്ട് BJPക്ക് വേണ്ടി നേരിട്ട് ഇടപെട്ട് കോൺഗ്രസ്സുകാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമം നടത്തി എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ എന്താണ് ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ തന്നെ നമുക്കറിയാം, ആദ്യം അങ്ങനെ ഒരു വ്യാജ ആരോപണം നടത്തി അതിനുശേഷം ബീഹാറിൽ അയാൾ വോട്ടവകാശ യാത്ര നടത്തി. നേരെ അയാൾ മലേഷ്യക്ക് മുങ്ങി, ആരെ അറിയിക്കാൻ രഹസ്യമായിട്ട് മുങ്ങി. അവിടെയാണ് ഈ ദേശവിരുദ്ധനായിട്ടുള്ള സക്കീർ നായിക്കിനെ പോലുള്ളവർ വസിക്കുന്നത്. ഇവരുമായിട്ടൊക്കെ ചർച്ച നടത്താനായ അല്ലേ ഇയാൾ പോയത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ ഓരോ കാര്യങ്ങളും വ്യാജമായിട്ട്, അതായത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഇയാളുടെ ലക്ഷ്യം, ഉദ്ദേശം. ഇന്ത്യ മുൻപുള്ളതിനേക്കാൾ ശക്തമായി ഇന്ത്യയുടെ ശബ്ദം ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇന്ത്യക്ക് വില നൽകാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയെ ഒരു ശക്തമായ നിലയിലെത്തിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനങ്ങളുടെ പിന്തുണ ഏറുന്നു എന്ന് കണ്ടപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇയാൾക്ക് നേരായ മാർഗത്തിൽ കൂടി പ്രധാനമന്ത്രിയാകാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യമായതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ഇയാൾ കുറേ നാളുകൊണ്ട് പ്രധാനമന്ത്രിയാകണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആദ്യം ഇയാളുടെ അമ്മയായിരുന്നു പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ശ്രമിച്ചത്. അത് പരാജയപ്പെട്ടപ്പോൾ ഇപ്പം മകൻ പ്രധാനമന്ത്രിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നടക്കാതെ വന്നപ്പോൾ ഇയാളുടെ ലക്ഷ്യം, ഇയാളുടെ ഉദ്ദേശം നമ്മുടെ അയൽ രാജ്യങ്ങളിൽ, അതായത് ബംഗ്ലാദേശിലും നേപ്പാളിലും ചില സംഭവങ്ങളുണ്ടായി. അവിടെ കുറേ പേര് കലാപം ഉണ്ടാക്കി അവിടെ നിലവിലുണ്ടായിരുന്ന സർക്കാരുകളെ പുറത്താക്കി ഭരണമാറ്റം സംഭവിക്കുകയാണ് ചെയ്തത്. ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഇതേപോലെ കുറേ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച്, അതും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക, പ്രധാനമന്ത്രിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുക, ഇലക്ഷൻ കമ്മീഷനെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുക, അതിനായിട്ട് കുറെ തെളിവുകളാണ് എന്ന് പറഞ്ഞ് കുറെ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ച് അവതരിപ്പിക്കുക. ഇതൊക്കെ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ചില ആൾക്കാർ, അതായത് ഇപ്പോൾ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞത് പോലെ തന്നെ
ഈ പല ഘട്ടങ്ങളിലായി അന്വേഷണം നടത്തിയിട്ട് മാത്രമേ വോട്ടർ പട്ടികയിൽ നിന്നും ഒരാളിനെ നീക്കം ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്താണ് ചിന്തിക്കുക? ശരിയാണ്, ഇയാൾ പറയുന്നത് സത്യമാണ്, ഇങ്ങനൊരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നവരെ ഇളക്കി വിട്ട് രാജ്യത്തൊരു കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യം. അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കിയാൽ ഈ ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്നതുപോലെ ഒരു ഭരണമാറ്റം ഉണ്ടാകും. ആ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ കയറി പറ്റാം എന്ന് ഉള്ള ഒരു ചിന്തയാണ്, ആ ഒരു ഉദ്ദേശമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്ന ഈ വോട്ട് ചോരിയാകട്ടെ, വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം എന്ന് പറഞ്ഞുള്ള ഈ ആരോപണങ്ങൾക്കും ഈ പത്രസമ്മേളനങ്ങൾക്കും പിന്നിലുള്ള ഏക ലക്ഷ്യം. ഇത് രാജ്യത്തിന് വളരെയേറെ ദോഷം ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം രാജ്യത്തെ ഭരണത്തിനെ അസ്ഥിരപ്പെടുത്തുക, ഭരണഘടനാ സ്ഥാപനങ്ങളെ അധിക്ഷേപിച്ച് ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുക, ഇതിൽ കൂടി ചെയ്യുന്നത് എന്താണ്? ഇന്ത്യയുടെ വികസനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ. ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ശക്തമായി മുന്നോട്ട് പോകുന്ന ആ ഒരു ഗതിയെ തടയുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള ഏക ഉദ്ദേശം. ഇതിന് ഇയാൾക്ക് ലഭിക്കുന്നത് വിദേശ സഹായം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഇയാൾ വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, രഹസ്യമായി വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ബന്ധു ആയ ജോർജ് സോറോസിൻ്റെ ഈ ഒരുപാട് ഫണ്ടിങ് ഇതിനകത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് സത്യമായിരിക്കാം എന്നുള്ളതാണ് ഇയാളുടെ ഓരോ നടപടികളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് കൊട പിടിക്കാൻ നമ്മുടെ മലയാളത്തിൽ കുറേ ചാനലുകൾ, അതായത് റിപ്പോർട്ടർ TV പോലുള്ള ചാനലുകൾ ഇത് പർവ്വതീകരിച്ച്, രാഹുൽ ഗാന്ധി പറയുന്ന ഈ തെറ്റുകളെ പർവ്വതീകരിച്ച് ഇന്ത്യയെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരിപാടികൾ നിരന്തരം. ഇന്നലെ തന്നെ ഈ ഇവന്മാരുടെ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ചർച്ചയിൽ മൊട്ടയരുണ്, പിന്നെ അതിൻ്റെ ചാനൽ ഉടമയായ കൊള്ളക്കാരൻ അയാളെ വിളിക്കാൻ ഒക്കത്തുള്ളൂ, ആളുകളെ പറ്റിച്ച് മാംഗോ ഫോണിൻ്റെ പേരിലായാലും ഏഷ്യൻ മോട്ടോഴ്സിൻ്റെ പേരിലായാലും ഈ മുട്ടിൽ സർക്കാർ മരങ്ങൾ വെട്ടിവിറ്റായാലും കോടികൾ തട്ടിയെടുത്ത ആളാണ് ഈ ചാനലിൻ്റെ ഉടമ ആൻഡോ. അയാളും മൊട്ട അരുണ്, പിന്നെ ജിമ്മി, PR സുനിൽ, ഇതുപോലുള്ള രാജ്യവിരുദ്ധർ, പിന്നെ സ്മൃതി പരുത്തിക്കാട്, ഇതേപോലുള്ളവരിരുന്ന് ഇതിനെ പെരുപ്പിച്ച് കാട്ടി, ഇതിനെ പർവ്വതീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ തെറ്റായ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്, രാജ്യത്തൊരു കലാപം ഉണ്ടാക്കുക, ബംഗ്ലാദേശ് നേപ്പാൾ മോഡൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഊർജം പകരുക എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടർ ചാനലിലെ ചർച്ചകളുടെ ഗതി നമ്മൾ കണ്ടാൽ മനസ്സിലാകുന്നത്. അതിനകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു PR സുനിൽ ഏഷ്യാനെറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഡൽഹി ഷഹീൻബാദിൽ പൗരത്വ നിയമത്തിനെതിരായിട്ട് പ്രക്ഷോഭം നടക്കുമ്പോൾ ഇതാ എൻ്റെ പിന്നിൽ കാണുന്നത് ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന പള്ളിയാണ്, മസ്ജിദാണ് എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ ഇസ്ലാം വികാരം, മുസ്ലിം വികാരം ഇളക്കിവിടാൻ ശ്രമിച്ച കക്ഷിയാണ് PR സുനിൽ. അയാൾ ഇപ്പോൾ റിപ്പോർട്ടറിലിരുന്ന് ഇതേപോലുള്ള ജൽപ്പനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ അന്ന് ആ വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ച പേരിൽ അയാളെ അകത്താക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ടായിരുന്നെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു ലേബൽ, ആ ഒരു പ്രയോഗം സുപ്രീം കോടതി നടത്തും എന്നുള്ളത് കൊണ്ടായിരിക്കും സർക്കാർ അതിന് തയ്യാറായില്ല.
അത്രമാത്രം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആ ഒരു കൂട്ടത്തിൻ്റെ ചാനലിൽ കൂടി ഈ നടത്തുന്ന ഈ ചർച്ചകളൊക്കെ ഈ നാട്ടിലെ കുറച്ച് ഇതേപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാരെ ഇളക്കി വിട്ട് ഒരു കലാപത്തിലേക്ക് ഇറക്കി വിടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അത് തന്നെയാണ്. കുറേ ആൾക്കാരെ ഇളക്കി വിട്ട് കലാപം ഉണ്ടാക്കുക, കലാപം ഉണ്ടാക്കി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക, അങ്ങനെ ഈ ഭരണം പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും രാജ്യദ്രോഹി തന്നെയാണ് രാഹുൽ ഗാന്ധി എന്നാണ് അയാളുടെ ഈ നടപടികളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം നടപടികളെ, അത് പ്രതിപക്ഷ നേതാവായാലും ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരു നേതാവായാലും ഇതേപോലുള്ള പ്രവർത്തനം നടത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കേണ്ടത്. ഇയാൾക്ക് അങ്ങനെ ഒരു പരിഗണന കൊടുക്കേണ്ട ആവശ്യമേ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു പരിഗണന കൊടുക്കേണ്ട ആവശ്യമേ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അയാൾക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഇയാളുടെ ഈ രഹസ്യ വിദേശയാത്രകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഇയാളുടെ ആ യാത്രകളുടെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളതും ജനങ്ങളെ അറിയിക്കാൻ ബാധ്യതപ്പെട്ട ഏജൻസിയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്. കാരണം അവരാണ് ഈ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവരും നിയന്ത്രിക്കേണ്ടവരും. അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഇയാൾ നടത്തുന്ന ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണം. രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഈ രാഹുൽ ഗാന്ധിയുടെയും അയാളുടെ പാർട്ടിയുടെയും അയാളോടൊപ്പം നിൽക്കുന്ന നേതാക്കളുടെയും ശ്രമത്തെ തടയുന്നതിനൊപ്പം തന്നെ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ രാജ്യം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.